ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കിയ ഒരാളാണ് വീണ ജോർജ്. പക്ഷേ ആറന്മുളയിൽ ഇത്തവണയും വീണ ജോർജിന്റെ മുഖം തന്നെയായിരിക്കും LDF നിർത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന വാർത്തകൾ കേൾക്കുന്നുണ്ട്. വീണ ജോർജിന് അത്രയ്ക്ക് പ്രിയമാണോ ഈ ഇടതുപക്ഷത്തിന്? ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് മീര ചോദിക്കുമെന്ന് വിചാരിച്ചു, ഈ ഇടതുപക്ഷ നേതാക്കൾക്ക് കൈവശം കൊടുത്തിട്ടുണ്ടോ വീണ ജോർജ് എന്ന്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച്. ശരിക്കും വീണ ജോർജിനെ ഒരിക്കൽ കൂടെ ആറന്മുള നിർത്തണമെന്ന് CPM കരുതുന്നതിൻ്റെ പിന്നിൽ അവിടുത്തെ ജാതി രാഷ്ട്രീയമാണ്. കാര്യം ഇത്രയും പുകലുണ്ടാക്കിയിട്ടും വീണ ജോർജിനെ എന്തുകൊണ്ട് അവർ മാറ്റുന്നില്ല? ആറന്മുള എന്തുകൊണ്ട് മാറ്റുന്നില്ല? അവിടെ അവരുടെ ഭർത്താവ് പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ നേതാവ് കൂടിയായിരുന്നു, മുൻ സെക്രട്ടറിയൊക്കെ ആയിരുന്നു. അതാണ് ഇവർ വോട്ടാക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പാതിരിമാരും അച്ഛന്മാരും ഈ അച്ചായന്മാരും ഒക്കെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ ഒന്നുകൂടെ എന്നോട് മീര ചോദിക്കുമെന്ന് വിചാരിച്ചു, ബദൽ സ്ഥാനാർത്ഥിയായിട്ട് അത് കേട്ടതല്ലേ? എന്താണ് കേട്ടത്? UDF സ്ഥാനാർത്ഥിയാണോ? UDF സ്ഥാനാർത്ഥി അച്ചു ഉമ്മൻ വരുന്നു. അതങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞു കളയാൻ പറ്റത്തില്ല. പഞ്ചോടെ ചോദിക്കണം. അച്ചു ഉമ്മൻ വരുന്നു എന്ന് കേട്ടല്ലോ. അച്ചു ഉമ്മൻ വരുന്നു എന്നും കേൾക്കുന്നുണ്ട്. അച്ചു ഉമ്മനെ എന്നേ രംഗത്തേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ ഈ മകനേക്കാളും അച്ഛന്റെ വൈബ്രൻസി ഉള്ളത് ഈ മോക്കെന്നാ പറയുന്നത്. അത് സംസാരത്തിലൊക്കെ അന്നും ശ്രദ്ധിച്ചതാണ്. അച്ഛന്റെ അതേ ഒരു സ്ഫുടതയും അച്ഛന്റെ ആ ഒരു ഡൈനാമിക്കും ഒക്കെ മകനേക്കാളും ഉള്ളത് ഈ മകൾക്കെന്നാണ് കേൾക്കുന്നത്. പക്ഷെ അച്ചു ഉമ്മൻ ആറന്മുള മത്സരിക്കുന്നുണ്ടെങ്കിൽ വീണ ജോർജിന്റെ കാര്യത്തിൽ തീരുമാനമാകും, അത് ഉറപ്പാണ്. കാര്യം ആറന്മുള സീറ്റ് എന്ന് പറയുന്ന കുറച്ച് നായർ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൂടെ ഉണ്ട്. ശിവദാസൻ നായർ എന്ന് പറഞ്ഞ് ഒരു മുൻ MLA ഉണ്ട്, കോൺഗ്രസിലെ ഒരു പഴയ നേതാവാണ് അദ്ദേഹം എത്രയെങ്കിലും തവണ MLA ആയ സ്ഥലവും കൂടെയാണ് ആറന്മുള. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ നാട് ഈ ആറന്മുളയ്ക്കൊക്കെ അടുത്താണ്. അപ്പോൾ കോൺഗ്രസിന് വേരോട്ടമുള്ള സ്ഥലമാണ് പത്തനംതിട്ട എന്നൊക്കെ പറയുന്നത്. കോൺഗ്രസിന് വേരോട്ടമുള്ളതാണ്. ഇപ്പം നമ്മൾ മണ്ഡലങ്ങളുടെ ഇത് പറയുമ്പോൾ ഈ പത്തനംതിട്ട തന്നെ അവർ കോന്നി, റാന്നി, അടൂര്, തിരുവല്ലയൊക്കെ ജയിച്ചിരിക്കുക LDF. തിരുവല്ലയൊക്കെ ഈ പറയുന്ന പോലെ മാത്യു ടി തോമസ് ഒക്കെയാണ് ജയിച്ചിരിക്കുന്നത്. മാത്യു ടി തോമസിനെയൊക്കെ കണ്ട് മടുത്തെന്നാണ് അവർ പറയുന്നത്, ജനം പറയുന്നത്. പക്ഷെ വീണ ജോർജിനെ കണ്ട് മടുക്കില്ല, അതാണ് വീണ ജോർജിന്റെ എന്താ ഗ്ലാമർ ഉള്ളതുകൊണ്ടാ? എന്ത് ഗ്ലാമർ? അതുകൊണ്ടാണ് വിളിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, ബാക്കി ആര് വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ അവരുടെ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ആവശ്യത്തിന് പോലും ഞങ്ങളാരും അവരുടെ അടുത്ത് പോയിട്ടില്ലെന്ന്. ഞങ്ങളറിയുന്ന ഒരു റിപ്പോർട്ടറെ തന്നെ അവർ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. അവരിപ്പോൾ ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെ പോലും വിളിച്ചിട്ടില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മന്ത്രിക്ക് നേരെ ഉണ്ടാവില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും വഴി നോക്കൂ. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ആവശ്യം വന്നിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി ശ്രമിച്ചത് വാസവൻ്റെ ഓഫീസ് വഴിയാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ വീണ ജോർജിനോട് നമ്മൾ ചോദിക്കാനൊന്നും പോയില്ല. അപ്പോൾ വീണ ജോർജ് ഈ കാണുന്ന രീതിയിൽ ഷോ കാണിച്ചാലൊന്നും വോട്ട് കിട്ടണമെന്നില്ല. അവരുടെ ഹസ്ബൻഡ് ഇപ്പോൾ ആയിരിക്കാം, പക്ഷെ നമുക്ക് തന്നെ എടുത്തു പറയാൻ എത്ര വീഴ്ചകൾ അവർക്കുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ പറഞ്ഞില്ലേ, ഇവർക്കൊരു ഒരു MLA ആകാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന്, അല്ലേ? ഒരു MLA ആകാനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ അവരെങ്ങനെ ഇപ്പൊ മന്ത്രിയായി? അവർ സംസ്ഥാന സമിതി അംഗമാണ്. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പാർട്ടിക്കകത്ത് വിഷയം ഉണ്ടാക്കിയ കണ്ടല്ലോ. പിന്നെ ഈ നവീൻ ബാബുവിന്റെ മരണം പത്തനംതിട്ടയിൽ, ഉദയഭാനു ആയിരുന്നു ജില്ലാ സെക്രട്ടറി, മാറി ഇപ്പൊ രാജു എബ്രഹാം വന്നു. രാജു എബ്രഹാമിന് ചിലപ്പോൾ റാന്നിയിലോ കോന്നിയിലോ ഒരു സീറ്റ് കൊടുക്കും. രാജു എബ്രഹാമൊക്കെ വ്യക്തിത്വമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി പത്തനംതിട്ട എന്ന് പറയുന്ന കോൺഗ്രസ് വളക്കൂറുള്ള മണ്ണാണ്. കോൺഗ്രസിന് എപ്പോഴും എങ്ങനെ വെച്ചാൽ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. കോൺഗ്രസിന്റെ വിജയം എന്ന് പറയുന്നത് എത്ര ഗ്രൂപ്പ് പോലും നടന്നിരുന്നാലും ഈ തമ്മിത്തല്ലാണ് അവരെ ഏറ്റവും കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്നത്. ഈ ഓതിരം ഘടകം കളിയും തമ്മിലടി, അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി വേറൊരാളെ നിർത്തല്, അങ്ങനെ എത്ര കഥകളോടെ ഉണ്ടായിട്ടുണ്ട് അറിയാമല്ലോ. എത്ര നമുക്കറിയില്ലേ, നമ്മുടെ കോഴിക്കോടുകാരനായ ഒരു മന്ത്രി ശങ്കരന്റെ കാര്യമൊക്കെ. P. ശങ്കരൻ എന്ന് പറഞ്ഞൊരു മന്ത്രി, കരുണാകരൻ പക്ഷക്കാരനാണ്, ഓർമ്മയുണ്ട്. അത് അറിയാവുന്ന എനിക്ക് തോന്നണേ, അത് മീരയ്ക്ക് അറിയാം. കോഴിക്കോട് തന്നെ ശങ്കരൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹത്തിനെ ഗ്രൂപ്പ് വാറിന്റെ ഇത് പേരിലൊക്കെ മാറ്റിയത് നിർത്തിയതൊക്കെ ഞാനൊരു ഗ്രൂപ്പ് വാറിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. കരുണാകരൻ അന്ന് ശക്തനാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ എപ്പോഴും വേണോ സ്ഥാനാർത്ഥിയെ മാറ്റി. ഈ ഗ്രൂപ്പ് വാർ നടക്കുമ്പോഴും അവർക്ക് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് കോൺഗ്രസിന്. ആ വോട്ട് ബാങ്ക് അവർക്ക് കിട്ടിയാൽ, ഇപ്പൊ ഈ വീണ ജോർജ് ആറന്മുള ജയിക്കുന്നത് ഈ സമുദായത്തിന്റെ വോട്ട് തന്നെയാണ്, അവരുടെ ഭർത്താവിന്റെ ആ സമുദായത്തിന്റെ വോട്ട് തന്നെയാണ്. അപ്പൊ ആ സമുദായത്തിന്റെ ബലം പിടിക്കാൻ ഈ പറയുന്ന രീതിയിൽ അച്ചു ഉമ്മൻ വന്നാൽ ഒരു വേള സാധ്യതയുണ്ടാവും. അവിടെ നമുക്ക് ഒരു അല്പം രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു കാഞ്ഞ കുത്തി എന്ന് വേണമെങ്കിൽ പറയാം, ബൈ പൊളിറ്റിക്കലി പറയാം. കാരണം അച്ചു ഉമ്മനെ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെക്കാളും ഇടുക്കിയാണ് പ്രിയങ്ക ഗാന്ധി. ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇപ്പൊ അതാണ്. അതായത് പ്രിയങ്കയും രാഹുലിനെ മാറ്റി നിർത്തുമ്പോൾ
കെ മുരളീധരനും പത്മജയും എന്താ അങ്ങനെ ഒരു തമ്മിലടിപ്പിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തില്ലേ കെ അവസാനം? മുരളീധരനും പത്മജയിലും ഉണ്ടായി അവര് തമ്മിലടിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിനിടയ്ക്ക് ഇന്ന് കളിക്കുന്നവര് കളിപ്പിക്കുക. ഇപ്പൊ ചേട്ടനും അനിയത്തിയും തമ്മിൽ കണ്ടാൽ പോലും ചിലപ്പോൾ സംസാരിക്കില്ല. കാര്യം ചെവിയിൽ ഓതിക്കൊടുത്തിരിക്കുന്നത് അനിയത്തെക്കുറിച്ച് മറ്റൊരു തരത്തിലായിരിക്കും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക, അനിയത്തിയുടെ അടുത്ത് ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. ഒരു കുടുംബ ഫംഗ്ഷനിൽ കണ്ടാൽ ചിലപ്പോൾ ചേട്ടനും ചേച്ചി അനിയത്തി സംസാരിച്ചെന്നോലും വരില്ല. അങ്ങനെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി വേറെ ആരും വേണ്ട. അതിലൊക്കെ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാണ്. ഇപ്പൊ അച്ചു ഉമ്മൻ വന്നു കഴിഞ്ഞാൽ വിഭാഗത്തിൽ തന്നെ ചില പഴയ മാനേജർമാരുണ്ട്. വിഭാഗത്തിന്റെ ആ മാനേജർമാരിൽ ഒരു വിഭാഗം അച്ചു ഉമ്മന്റെ പിറകെ പോയ ചാണ്ടി ഉമ്മൻ എവിടെ പോകും? പുതുപ്പള്ളി വേണമെങ്കിൽ തോപ്പിക്കാൻ പറ്റും ചാണ്ടി ഉമ്മനെ. അപ്പൊ അങ്ങനെ അച്ചു ഉമ്മന് ഒരു സീറ്റ് കൊടുത്തു എന്ന് ഇരിക്കട്ടെ, അപ്പൊ ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിൽ വീണ്ടും പരിഗണിക്കും. അതൊക്കെ പരിഗണിക്കും. അത് ഇപ്പോഴൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ ഈ പറയുന്ന പോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അല്ല, ഒരു രണ്ടുപേർക്കും ഒരേ സമയത്ത് അങ്ങനെ ഒരു അവസരം അതൊക്കെ കൊടുക്കാൻ പറ്റും. കോൺഗ്രസ് പാർട്ടിയല്ലേ അത്. ഇപ്പൊ ഞാൻ പറയട്ടെ, കരുണാകരൻ ജീവിച്ചിരിക്കുമ്പോൾ കരുണാകരൻ ഒരിടത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട്, മോൾ ഒരിടത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട്, മോള് മത്സരിച്ചിട്ടുണ്ട്, മോൻ മത്സരിച്ചിട്ടുണ്ട്. ഇതിൽ മോളും തോറ്റ് അച്ഛനും തോറ്റ്. തൃശ്ശൂർ പാർലമെന്റിൽ വി രാഘവൻ തോപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്, അത് കെ കരുണാകരൻ. വി രാഘവൻ എന്ന CPI കാരന് 1000 വോട്ടിനെ കണ്ട പാർട്ടി പാലം വലിച്ചിട്ട. മോള് തോറ്റില്ലേ? മോളും ഒന്ന് തോറ്റു. അപ്പൊ ഇത്തരത്തിൽ 3 സീറ്റ് കൊടുക്കുന്നതിലൊന്നും വിഷയം ഉണ്ടാവില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊന്നും വിഷയം ഉണ്ടാവില്ല. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കുടുംബവാഴ്ചയാണല്ലോ. ആ കുടുംബവാഴ്ച നടക്കും, സീറ്റും കൊടുക്കും. പക്ഷേ ഈ സീറ്റ് കൊടുക്കുന്നതിലല്ല കാര്യം. ആറന്മുള ഇവര് ജയിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു നല്ല കാൻഡിഡേറ്റ് എന്ന രീതിയിൽ അച്ചു ഉമ്മനെ ഇട്ടാൽ വീണ ജോർജ് തോക്കുക തന്നെ ചെയ്യും. വീണ ജോർജ് തോക്കേണ്ടത് ശരിക്കും കേരള സമൂഹത്തിന്റെ കൂടി ഒരു ആവശ്യമാണ്. കാര്യം CPM-നെ സംബന്ധിച്ച് വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമാണ്. കാര്യം CPM-ന് എവിടെയും നമ്മളെ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നൊരു നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അതുപോലെ CPM-ന് എങ്ങനെ വീണാലും വോട്ട് മതി. വോട്ട് രാഷ്ട്രീയം CPM-നെ ഇനി വേറെ ആരും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ CPM അങ്ങനെ വോട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുന്നു. ആറന്മുള കിട്ടണം, ജയിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചു ഉമ്മനെ അവർ നിർത്തിയാൽ, കോൺഗ്രസ് എത്തിയാൽ ഒരു ഗ്ലാമർ മത്സരം, നല്ലൊരു അടിപൊളി മത്സരം നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ഈ വിചാരിച്ച പോലെ നമ്മളിനി ദുഷ്ടബുദ്ധി പറഞ്ഞതാണോ ഇല്ലയോ എന്നല്ല, കോൺഗ്രസിന്റെ സ്വഭാവമാണ്. കോൺഗ്രസ്സിൽ എങ്ങനെ അടി ഉണ്ടാക്കാം, എങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം. മത്സരിച്ചില്ലെങ്കിലും ഒരു ഇലക്ഷന്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പോക്കറ്റിൽ കുറെ കാശ് വീഴാൻ നടക്കുന്ന കുറെ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ വളരെയധികം നേതാക്കളുണ്ട്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് ഈ മാനേജരായിരിക്കും വാങ്ങുന്നത്. സ്ഥാനാർത്ഥിക്ക് ചായ കൊടുക്കുന്ന കാശ് പോലും ഈ മാനേജരായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ എത്രയോ പേര് ഇവിടെയുണ്ട്. BJPക്കും അങ്ങനെയല്ലേ? BJP കാലാകാലങ്ങളായി കേന്ദ്രത്തിൽ നിന്ന് ഇപ്പൊ കുഴൽപ്പണം വന്നത് എങ്ങനെയായിരുന്നു? സുരേന്ദ്രൻ വരെ ആ കുഴൽപ്പണത്തിൽ കാര്യങ്ങൾ അറിയാമല്ലോ. കുഴൽപ്പണത്തിൽ സതീശൻ എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി എല്ലാം വിളിച്ച് പറഞ്ഞില്ലേ? കാലാകാലങ്ങൾ ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കുറെ കാശ് വരും. ആ കാശ് അടുത്ത 5 കൊല്ലം വരെ ഇവരെ പോക്കറ്റിൽ കാണും. ഇത് വെച്ചിട്ടായിരിക്കും ഇവർ അടുത്ത 5 കൊല്ലം വരെ പുട്ടടിക്കുന്നതും വീട്ടിലെ ചെലവ് വരെ നടത്തുന്നത്. അതിന് നിർത്തിക്കോണമെന്ന് BJP തന്നെ പറഞ്ഞു. ഈ കുഴൽപ്പണം പറഞ്ഞ് വന്ന എന്താ കണക്കിപ്പെടാത്ത കാശാണ്. അതേപോലെ കണക്കിപ്പെടാത്ത കാശ് വർഷങ്ങളായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോൺഗ്രസിന് ഇപ്പോൾ ആരാണ്ട പറഞ്ഞ് നോട്ട് നിരോധനം വന്നപ്പോൾ കോൺഗ്രസിന്റെ കാശെല്ലാം പോയി. നോട്ട് നിരോധനം 500 രൂപയുടെ നോട്ടൊക്കെ കത്തിച്ചളയേണ്ടി വന്ന അവസ്ഥ എന്നാ പറയുന്നത്. കോൺഗ്രസിന് ഇപ്പൊ കാശില്ലാത്ത പാർട്ടിയാണ്, അതറിയാമോ? കോൺഗ്രസിന് കേന്ദ്രത്തിൽ AICCക്ക് കാശില്ല. CPM-ന് അതിനേക്കാളും കാശുണ്ട്. BJPക്ക് കാശുണ്ട്. ഇപ്പൊ രാജു ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചു, എന്തോരം കാശിറക്കി എന്നറിയൂ? ഒരുപാട് കാശിറക്കിയാണ് അദ്ദേഹം കളിച്ചത്. അപ്പൊ ഇത്ര ഇതിൽ നമുക്ക് പറയാനുള്ളൂ. പത്തനംതിട്ട പോലൊരു മണ്ഡലത്തിൽ ആറന്മുളയിൽ ഈ പറയുന്ന രീതിയിൽ അച്ചു ഉമ്മനെ നിർത്തിയാൽ വീണ ജോർജിനെതിരെ ഒരു നല്ല മത്സരം അച്ചു ഉമ്മൻ കാഴ്ചവെക്കാൻ കഴിയും. പിന്നെ വേറെ ഏതൊരു കേസ് നേതാവിന്റെ പേരെ കേൾക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും വലിയ അർത്ഥം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. CPM-ന് ഇപ്പം നിലവിൽ കോന്നിയും റാന്നിയും അരൂരും തിരുവല്ലയും ഒക്കെ CPM-നല്ല LDF-നുണ്ട്. പിന്നെ ഒരു ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് തദ്ദേശ ഇലക്ഷനിൽ നമുക്ക് അറിയാൻ കഴിയും നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണം എത്രത്തോളം ഇമ്പാക്ട് പത്തനംതിട്ടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. CPM-ന് ഉണ്ടായിട്ടുള്ള ഒരു അവരുടെ മസ്തകത്ത് കിട്ടിയ അടിയാണ്, അല്ലെങ്കിൽ കവളത്ത് കിട്ടിയ അടിയാണ്. ആ നേതാവിനെ ഇവർ എത്ര കണ്ട്, അവരുടെ കുടുംബത്തെ എത്ര കണ്ട് ഇവർ സഹായിച്ചു. ആ മരണം തുടങ്ങിയത് മുതൽ ബോഡി കൊണ്ടുപോകുന്ന പോലെ ദയിപ്പിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ CPM-ന്റെ കളി. അവിടെയാണ് നമ്മൾ വീണാമണി എന്ന് പറയുന്ന ഒരു മഹതി, അവർക്ക് എന്താണ് കറക്റ്റ് അത് നമുക്കറിയില്ല, അവർ പറയുന്നതിൽ സത്യമുണ്ടോ ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് സത്യങ്ങളൊക്കെ അതിലുണ്ട്. അവർ കൊണ്ടുപോയി ആശുപത്രിയും പോസ്റ്റ്മോർട്ടം നടത്തിയതും പിന്നീടുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നതുപോലെ അച്ചു ഉമ്മനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയാൽ, അച്ചു ഉമ്മൻ വന്നാൽ ആറന്മുളയിൽ തീപാറും. വീണ ജോർജ് എന്ന് പറയുന്ന പിന്നെ എന്താ പറയുക, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക്. ഇപ്പൊ ഇന്നലെ VS മരണപ്പെട്ടു. ഈ ആശാ വർക്കർമാരെ സമരം VS ജീവിച്ചിരുന്നെങ്കിൽ ഒരു വേള ആ വേദിയിൽ VS വന്നിരുന്നേനെ. ആ ഇരിപ്പെന്ന് പറയുന്ന ഭരണപക്ഷത്ത് നിന്ന് VS-നെ പോലൊരു നേതാവ് വന്നിരിക്കുമ്പോൾ കീറാമുട്ടിയാവും.
CPM കീറാമുട്ടിയാവും. ഈ പെൺപിള്ളെ വരുമ്പോൾ സമരം ഒത്തീർപ്പാക്കുക എങ്ങനെ? അതുപോലെ ഇനി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കീറാമുട്ടിയാക്കാൻ CPM ആരും ഇല്ലതാണ്. കാര്യം പാർട്ടി എന്ന ഒരു 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 പിന്നെ വെള്ളിടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട്, പാർട്ടിയുടെ അച്ചടക്കം നിൽക്കുന്നതുകൊണ്ട് ആരും തയ്യാറാവില്ല. ഇപ്പൊ G. സുധാകരൻ പോലും നാവിന് വിലങ്ങ് വീണാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ ഏതോ പത്രത്തിൽ വായിച്ച പോലെ പുതിയ തലമുറയിലെ പുതിയ കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ട് സമൂഹം അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതാ കമ്മ്യൂണിസം എന്നാണ് ചോദിക്കുന്നത്. അതാണോ പിണറായി കമ്മ്യൂണിസം എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അച്ചു ഉമ്മൻ ആണോ സ്ഥാനാർത്ഥി? അച്ചു ഉമ്മൻ ആണെങ്കിൽ കേരള ജനത ഇരു കൈയും നീട്ടി സ്വീകരിക്കും. ഒരു വലിയ നേതാവിൻ്റെ 2 മക്കളായാലും പിന്നെ ബാക്കി അവരുടെ രാഷ്ട്രീയത്തിലെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനകത്ത് വിട്ടുകൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിലെ ഓതിരം ഘടകമൊക്കെ അവരാ കളിക്കുന്നത്, അല്ലേ? അത് നമുക്ക് കണ്ടു നിൽക്കാനേ കഴിയും. നമ്മൾ വെറും കാഴ്ചക്കാരാണ്.